ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് റവയും പാലും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാരമൽ റവ പാൽപേടൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കാരമൽ ആക്കിയിട്ട് എടുക്കാം. ഒരുപാട് കളർ അങ്ങോട്ട് മാറാൻ നിൽക്കരുത്. ഈ ഒരു കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് 250 ml കപ്പിന് ഒരു കപ്പ് പാല് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് ഏകദേശം കുറുകി ഈ പാല് ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും പാടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും പാടെ ഒരു 2-3 മിനിറ്റും പാടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും പാടെ ചേർത്തി കൊടുക്കാം. അങ്ങനെ പാല് നല്ലവണ്ണം തന്നെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവയും പാടെ ചേർത്തി കൊടുക്കാം. അപ്പം നല്ലവണ്ണം തിളച്ചതിന് ശേഷം മാത്രം കേട്ടോ റവ ചേർത്തി കൊടുക്കേണ്ടത്. അങ്ങനെ റവ ചേർത്തതിന് ശേഷം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് റവ നല്ലവണ്ണം തന്നെ കുറുക്കി പാനിൽ നിന്നൊക്കെ ഒരു വിട്ട് വരുന്ന ഒരു പാകം ഉണ്ടാവില്ല, അതുവരേക്ക് നല്ലവണ്ണം തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് പാനിൽ നിന്നൊക്കെ ഒരു വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ചൂടാറിയതിന് ശേഷം കയ്യിൽ കുറച്ച് നെയ്യ് തടവിന് ശേഷം നല്ലവണ്ണം തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ചെറിയ ഓരോ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ കയ്യിൽ വെച്ച് ഇതുപോലെ നല്ലവണ്ണം ഉരുട്ടിയതിന് ശേഷം നമ്മൾ വിരൽ വെച്ചിട്ട് ഒന്ന് നടുക്കലൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കയ്യിൽ ഏതാണ് ഞടുസ് ഉള്ളതെങ്കിൽ അത് വെച്ച് കൊടുത്താൽ ഒന്നെടുത്താൽ നമുക്ക് ഒന്നും പാടെടുത്ത് കഴിക്കാൻ തോന്നുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ റവ പാൽപേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് തണുപ്പിച്ചിട്ട് കഴിച്ചാൽ ഒന്നും പാടെ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.